മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. ഇറാഖിൽ പോയാൽ മഹാനവറുകളെ ഖബർ സിയാറത്ത് ചെയ്യാൻ കഴിയും. അവിടുത്തെ ഖബറിങ്കൽ ചെന്ന് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഖബറാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെല്ലാം മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യ പരമ്പരയിലുള്ളവരാണ്. ആ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങള് ടൈഗ്രീസ് നദിയുടെ സമീപത്തുകൂടി ഇറാഖിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോഴതാ കുറെ ചെറുപ്പക്കാർ കുറെ ദൂരെ നിന്ന് കൂത്താടുന്നു. അവര് തുള്ളിച്ചാടുകയാണ്. അവരുടെ കയ്യിൽ മദ്യക്കുപ്പികളാണ്. അങ്ങനെ പലതും അവര് തോന്നിവാസം ചെയ്യുകയാണ്. മഅറൂഫുൽ ഖർഖി തങ്ങളോട് കൂടെയുള്ളവര് പറഞ്ഞു, തങ്ങളെ അവരെ ഈ നദിയിൽ വെള്ളം കയറി മുക്കിക്കൊന്നുകളയാനൊന്ന് പ്രാർത്ഥിക്കൂ. ഈ ചെറുപ്പക്കാരുടെ നെറികേട് കണ്ടിട്ട് ഇനിയുള്ള തലമുറയൊക്കെ അങ്ങനെ ആയിപ്പോയാൽ ഞങ്ങളെ നാട് തന്നെ നശിക്കുമല്ലോ. അവരെ അല്ലാഹു തആല വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ അവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കൂ. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു? അവർക്കുണ്ടോ ഈ ഉമ്മത്തിൽപ്പെട്ട യുവാക്കളോട് വൈരാഗ്യം? അവരോടുണ്ടോ വെറുപ്പ്? ആ യുവാക്കളൊന്ന് നന്നായി കാണണമെന്ന ചിന്തയല്ലാതെ ആഖിറത്തെ ചിന്തിക്കുന്ന ഉമ്മത്തിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാവൂലല്ലോ. അവരെ ചീത്ത പറഞ്ഞാലും അവരെ കയ്യേറിയാലും അവരാക്രമിച്ചാലും എന്ത് ചെയ്താലും നന്നാകണമെന്ന ചിന്തയല്ലാതെ ഉണ്ടാകൂലല്ലോ. മഅറൂഫുൽ ഖർഖി തങ്ങള് അതാ അവരെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം കൈ ഉയർത്തിക്കോളൂ, ആമീൻ പറയണേ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ദുആ ചെയ്യുമ്പോ കൈ ഉയർത്തണം. അതിങ്ങനെ വെക്കലല്ല, കൈ ചുമലിന്റെ നേരെ ഇങ്ങനെ ഉയർത്തലാണ്. അല്ലെങ്കിൽ രണ്ട് കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തലാണ്. ഖുനൂത്ത് ഓതുമ്പോ രണ്ട് കൂട്ടി ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ മതി. സുജൂദിന്റെ സ്ഥലത്തേക്ക് പിന്നെ നോക്കാൻ കഴിയൂലല്ലോ. രണ്ടും വേർതിരിച്ചു വെക്കുകയാണെങ്കിൽ സുജൂദിന്റെ സ്ഥലത്ത് തന്നെ നോക്കാം. ഇങ്ങനെ കൈവെക്കുന്ന ഏർപ്പാടൊന്നും നിർത്തണം. മടിയിൽ കൈവച്ച് ദുആ ചെയ്യുന്നതും നിർത്തണം. അല്ലാഹുവിനോട് യാചിച്ചു വാങ്ങുകയാണ്. ഇത് താഴ്മയോടെയാണ്. കൈ ഉയർത്തിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ദുആയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യം പറയാനുണ്ട്. അത് നാളെ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നാളെ പറയാം. നമുക്ക് നേരത്തെ തന്നെ വഅദ് നിർത്താൻ നമ്മളെ ഒരു നടപടിയാണല്ലോ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു കൈ ഉയർത്താൻ പറഞ്ഞു. എല്ലാവരും കൈ ഉയർത്തി ദുആ ചെയ്യാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരെ നീ ദുനിയാവിൽ വലിയ ആനന്ദത്തിലാക്കിയല്ലേ, അവർക്ക് ആഖിറത്തിലും ആനന്ദം കൊടുക്കണേ. നശിപ്പിക്കാനല്ല ദുആ ചെയ്തത്, ആ ചെറുപ്പക്കാർക്ക് നീ ആനന്ദം കൊടുക്കണേ ആഖിറത്തിൽ. സുബ്ഹാനല്ലാഹ്. ദുആ നശിപ്പിക്കാൻ ദുആർക്കാൻ പറഞ്ഞവരൊക്കെ മേൽപോട്ട് നോക്കുകയാണ്. മഅറൂഫുൽ ഖർഖി തങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പ്രാർത്ഥിച്ചതെന്ന്. മുന്നോട്ടിങ്ങനെ നടക്കുകയാണ്. ആ ചെറുപ്പക്കാർ, ആ യുവാക്കൾ, തെമ്മാടിത്തം ചെയ്യുന്ന യുവാക്കൾ മഅറൂഫുൽ ഖർഖി തങ്ങളെ കണ്ടപ്പോ അവരെ എല്ലാ കുപ്പിയും വലിച്ചെറിഞ്ഞു, അവരുടെ എല്ലാ ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞു. താഴ്മയോടെ വന്നിട്ട് പറയുന്നു, തങ്ങളെ, നിങ്ങളെ കാണാൻ കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഞങ്ങൾക്ക് പല അബദ്ധങ്ങളും വന്നുപോയി, തെറ്റുകൾ വന്നുപോയി, റബ്ബ് മാപ്പാക്കി തരാൻ ദുആ ചെയ്യണേ. മുഴുവൻ ചെറുപ്പക്കാരും മഹാനവറുകളെ കണ്ടതോടെ തൗബ ചെയ്തു പോയി. അപ്പോൾ ചോദിച്ചു, മക്കളെ, നശിപ്പിക്കാനല്ലേ നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്? ഞാൻ റബ്ബിനോട് ചോദിച്ചത് അവരെ ആഖിറവും രക്ഷപ്പെടുത്താനല്ലേ. അല്ലാഹ് അവൻ ഉത്തരം തന്നല്ലോ.
ആ മക്കളൊക്കെ നന്നായല്ലോ. ആഖിറം ചിന്തിക്കുന്ന പണ്ഡിതന്മാർ, സമുദായത്തിന്റെ നന്മ ഉദ്ദേശിക്കുന്ന പണ്ഡിതന്മാർ, അവർക്കാരോടും വൈരാഗ്യമുണ്ടാകൂല. എല്ലാവരും നന്നാകണമെന്ന ചിന്തയല്ലാതെ അവരുടെ ഖൽബിലുണ്ടാകൂല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഉപദേശങ്ങൾ കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അവരുടെ ദുആകളിൽ പങ്കെടുക്കണം. അല്ലാഹുവേ, ഞങ്ങൾ വളരെ മോശക്കാരായ ആഖിർ സമാനിലെ ചണ്ടി ചവറുകളാണ്. നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്.